ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് ഈശോയുടെ മടിയിൽ ശാന്തമായിട്ടൊന്ന് കടന്നുറങ്ങാനുള്ള മറ്റൊരു രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേൾക്കുന്ന ഓരോ വചനവും ഓരോ ബോധ്യങ്ങളും നമ്മുടെ ഉള്ളിൽ നൂറുമേനി ഫലം ചൂടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊരു ദിവസം മുഴുവൻ നമ്മളെ സഹായിച്ച നല്ല തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിനും കരുതലിനും കരുണയ്ക്കും ഒക്കെ നമുക്ക് നന്ദി പറയാം. നാളെ ജൂലൈ 6-ാം തീയതി വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നിങ്ങൾ ഈ ജൂലൈ മാസം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഹോളി മന്താണ്, ഒരു വിശുദ്ധരുടെ മാസമാണ് ഈ ഒരു മാസം. നാളെ ജൂലൈ 6-ാം തീയതി നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു കൊച്ചു വിശുദ്ധയുടെ, ഒരു 11 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു കുഞ്ഞു വിശുദ്ധയുടെ തിരുനാളാണ് നാളെ. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള വിശുദ്ധരൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു പ്രായത്തിൽ മരിച്ചുപോയ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വലിയ വിശുദ്ധരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡൊമിനിക് സാവിയോയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടാവല്ലോ. നാളെ അതുപോലെ ഒരു കൊച്ചു വിശുദ്ധയുടെ തിരുനാളാണ്. കൊച്ചു വിശുദ്ധ എന്ന് വെച്ചാൽ 11 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. വിശുദ്ധ മരിയ ഗൊരേത്തിയാണ്. കർത്താവിനെ എല്ലാ ദിവസവും തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ തിരുനാളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ പ്രത്യേകത. എല്ലാ ദിവസവും എല്ലാ അവസരങ്ങളിലും ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തു. ഇപ്പം നമുക്ക് പഠിക്കാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്, നമ്മൾ ഈ ജീവിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് എവറി ഓപ്പർച്യൂണിറ്റി, എല്ലാ സമയവും നമുക്ക് ഈശോയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമാണെന്നാണ് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം നമ്മളെ കാണിച്ചു തരിക. 11 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളത് പറഞ്ഞല്ലോ. ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മരണം ഒക്കെ എത്തുന്നത്, ഒരു അലസാന്ദ്രോ എന്ന് പേരുള്ള ഒരാൾ വന്ന് ഉപദ്രവിക്കുകയാണ്. കുറേ അധികം കടാരകൾ കുത്തിയിറക്കി, കടാരയുടെ മുറിവുകളൊക്കെ സൃഷ്ടിച്ച് അയാൾ ഈ വളരെ ക്രൂരമായിട്ട് ഇവളെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ അലസാന്ദ്രോയോട് ക്ഷമിച്ചിട്ടാണ് ഈ വിശുദ്ധ തൻ്റെ ഈ പ്രത്യേകതയൊക്കെ, സ്വർഗം തന്ന കൃപയൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഇവിടെ സ്വരങ്ങളെ ഓർത്തെ, നമ്മളെയും വിഷമിപ്പിക്കുന്ന ആളുകൾ നമ്മളെ ഉപദ്രവിക്കുന്നു, ശരീരത്തിന് മുറിവേൽപ്പിക്കുന്നില്ലെങ്കിലും അതിനെക്കാട്ടും വലിയ മനസ്സിന് മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അവസരങ്ങളും, പ്രത്യേകിച്ച് ഓരോ സഹനത്തിൻ്റെയും വേദനയുടെ ഒക്കെ സമയങ്ങൾ നമുക്ക് ഈശോയെ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളാണ്. അലസാന്ദ്രോയോട് മരിയ ഗൊരേത്തി ക്ഷമിച്ചു എന്ന് പറയുക. അത്രയധികം വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കാനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അയാൾ ശിക്ഷ ഒക്കെ അനുഭവിച്ച് ജയിലിൽ കിടക്കണുണ്ട്. ജയിലിലെ വാസമൊക്കെ കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വരുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നു. മരിയ ഗൊരേത്തിയുടെ ഈ ക്ഷമ കണ്ട് അയാളും ഈശോയിലേക്ക് അടുക്കുന്നുണ്ട്, അലസാന്ദ്രോ. പ്രിയപ്പെട്ട സ്വരങ്ങളെ ഓർക്കുക, നമുക്ക് എപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ, ഈശോയുടെ വിശുദ്ധരായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ ദിവസവും. ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ട്, ഓരോ ദിവസവും നമുക്ക് വേദനകളുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് ഈശോയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമാണ്. വിശുദ്ധ മരിയ ഗൊരേത്തിയൊക്കെ നമ്മുടെ മുമ്പിൽ അതാ കാണിച്ചു തരിക. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് തരും. നമുക്ക് എപ്പോഴും ഇതേ പ്രലോഭനങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട ഒറ്റ തീരുമാനമാണ്, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ. എന്നെ വിളിച്ച എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ വിശുദ്ധിയിലായിരിക്കും, വിശ്വസ്തതയിലായിരിക്കും. മരിയ ഗൊരേത്തിക്ക് തെറ്റ് ചെയ്യായിരുന്നു അല്ലേ, പാപങ്ങളിലേക്ക് പോകായിരുന്നു. വേണമെങ്കിൽ ആരും കാണുന്നില്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചിലപ്പോൾ പാപത്തിൻ്റെ ഒരു പിടിയിലേക്കൊക്കെ പോകായിരുന്നു. പക്ഷേ ഈശോ ഉണ്ട്, ഈശോ കാണുന്നുണ്ടെന്ന് ഒറ്റ തീരുമാനത്തിൽ മരണം വരെ, ഇനി മരണം വന്നാലും കുഴപ്പമില്ല, രക്തസാക്ഷിത്വം വന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിൽ വിശ്വസ്തയായിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു മരിയ ഗൊരേത്തിക്കുള്ളത്. അതുകൊണ്ടാണ് ആ കൊച്ചു മിടുക്കിയെ നമ്മൾ വിശുദ്ധ എന്ന് വിളിക്കുക. ഈശോയുടെ മുമ്പിൽ വിശ്വസ്തതയിലായിരിക്കുക. ലോകം കാണുന്നുണ്ടോ, ലോകം കാണുന്നില്ല, ഇതൊന്നുമല്ല, ഈശോയുടെ മുമ്പിൽ വിശ്വസ്തരായിരിക്കാം. നമുക്കിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾ, യുവജനങ്ങൾ, എല്ലാവരും ഇത് കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണേ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇത് എൻ്റെ ഉള്ളിലും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വിശ്വസ്തതയിലായിരിക്കുക. നമ്മുടെ പ്രായക്കുറവിൻ്റെ പേരിലോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ആളുകൾ ചിലപ്പോൾ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ഈശോ ഒത്തിരി അധികം സ്നേഹിക്കുന്നവരാണ് ഈ കുഞ്ഞു വിശുദ്ധർ. കുഞ്ഞു പ്രായത്തിലെ വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുതിയ നിയമത്തിലൊരു സുന്ദരമായ വായനയാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, പൗലോസ്ലീഹായുടെ ലേഖനമാണ്. അതിൻ്റെ 4-ാമത്തെ അധ്യായം 12-ാം വാക്യം. പ്രായക്കുറവിനെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. 1 തിമോത്തി 4:12 ഇങ്ങനെ നമ്മൾ വായിക്കുക, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്, വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. 5 കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടാവോ? കുഞ്ഞുമക്കൾ മാത്രമല്ല കേട്ടോ, വലിയ മക്കളും എല്ലാവരും ഇതൊന്ന് അടയാളപ്പെടുത്തിയിട്ട്. 5 കാര്യങ്ങളാണ്: വാക്കിൽ, പെരുമാറ്റത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ നമ്മൾ മാതൃകയായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിശുദ്ധരെന്ന് വിളിക്കുക. വിശുദ്ധ മരിയ ഗൊരേത്തിയെ മാത്രമല്ല, എന്നെയും നിങ്ങളെയൊക്കെ സ്വർഗവും ഭൂമിയും അങ്ങനെ വിളിക്കട്ടെ. വിശുദ്ധരായിരുന്നു. വിശുദ്ധിയിലും വിശ്വാസത്തിലും പെരുമാറ്റത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം ഈശോയുടെ മുമ്പിൽ വിശ്വസ്തരായിരിക്കുക. എപ്പോൾ വരെ? വെളിപാട് 2:10, മരണം വരെ വിശ്വസ്തരായിരിക്കുക. നമുക്കിത് പ്രത്യേകിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ചില പാപങ്ങളിൽ,
ചില പ്രലോഭനങ്ങളൊക്കെ നമ്മൾ വീണ് പോകുന്നുണ്ട്, തിരുത്താൻ പറ്റുന്നില്ല. ചില പാപങ്ങളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, പാപങ്ങളെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇതിനൊന്നും പോവാതെ കർത്താവെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, വിശുദ്ധ മരിയഗോരത്തിയെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാം, മരണം വരെ വിശ്വസ്തതയിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയം നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവെ, വെളിപാട് 2:10 വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഈ വചനം കേട്ട, ഈ ചിന്ത കേട്ട എല്ലാവരിലേക്കും അങ്ങയുടെ വിശുദ്ധി നിറച്ചു കൊടുക്കണമേ. വിശ്വസ്തതയിൽ അങ്ങയുടെ മുമ്പിൽ മരണം വരെ നിൽക്കാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.